നിർഭാഗ്യവശാലും ഞങ്ങൾക്കും അങ്ങനെ ഒരു പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒട്ടുമേ അക്കോമഡേറ്റ് ചെയ്യാത്ത, ഇമോഷണലി അക്കോമഡേറ്റ് ചെയ്യാത്തവരെ തന്നെ ICU എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഇല്ലാതായി പോകുന്ന ആ സമയം തൊട്ട് വേദനിച്ച് നമ്മൾ അതിൽ ജീവിക്കും. പിന്നെ ആ വേദനയുടെ ഘട്ടം കഴിയുമ്പോൾ നമ്മൾ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരും. അപ്പോൾ നമ്മൾ വേറെ തോളുണ്ടോ എന്ന് അന്വേഷിക്കും. ചിലപ്പോൾ ആ തോള് നമ്മുടെ മുന്നിൽ വന്നു പെടും. അപ്പോൾ നമ്മൾ അതിലൊന്ന് ചായും. ഇതെല്ലാം നമുക്ക് ഈ പൊസസീവ്നെസ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നമ്മളുടെ സംഘർഷം ഉണ്ടാക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരാളുടെ വഴി തിരഞ്ഞെടുക്കട്ടെ എന്ന് നമ്മൾ വളരെ ജനാധിപത്യപരമായി അതിനെ വിട്ടുകൊടുക്കും. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ പിടിച്ചു വയ്ക്കൽ മാത്രമല്ല എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കും. സത്യത്തിൽ പിടിച്ചു വയ്ക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അത് മോശം കാര്യമായതുകൊണ്ട് അതിനകത്ത് സന്തോഷമില്ല എന്നൊക്കെ നല്ല തിരിച്ചറിവുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ പിടിച്ചു വയ്ക്കാൻ അതിരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അതങ്ങനെ പിരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ആൾ വേറെ പാർട്ട്ണറായിട്ട് അങ്ങ് ജീവിക്കുന്നു. അത് വലിയ നല്ല പ്രോസസ്സൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് അതൊരു ധൈര്യമുള്ള പ്രോസസ്സല്ലായിരുന്നു. അതെന്നെ ആകെ തകർത്തൊരു പ്രോസസ്സായിരുന്നു. വളരെ മോശം അവസ്ഥയിൽ കൂടിയാണ് 2-3 കൊല്ലം പോയത്. ആ സമയത്ത് സിനിമ വഴി സംഭവിച്ചതുകൊണ്ട് മേ ബി കുറച്ചൊന്നും ഓവർകം ചെയ്യാൻ പറ്റി.